ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്നാണ്. 13ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ബാക്കി 12 ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസ് 13ാമത്തെ ചാപ്റ്ററോട് കൂടി 8ാം ക്ലാസ്സിലെല്ലാം കംപ്ലീറ്റ് ആവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകളും NCRT ക്ലാസ്സുകളും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കാണ് വീഡിയോസ് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്നാണ്. ഫസ്റ്റ് തന്നെ ഇവിടെ സ്വതന്ത്ര പ്രഖ്യാപനം തന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏതാണ്? എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ കുറിച്ചിട്ടാണ്. 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് ഈ മുകളിൽ നൽകിയിട്ടുള്ളത്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ ഇവയിൽ പെടുന്നവയാണ്. ഏതെല്ലാം അവകാശങ്ങളെക്കുറിച്ചാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്? ജീവിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചും പറയുന്നുണ്ട് അല്ലേ. ഇപ്രകാരം ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താൻ അമേരിക്കയിലെ ജനങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ഫസ്റ്റ് തന്നെ ഇവിടെ എന്താ പറയുന്നത്? കൊളോണിയൽ നിയന്ത്രണമാണ്. നോക്കാം. മെയ് ഫ്ലവർ എന്ന പേരുള്ള കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിൽ പ്ലിമൗത്ത്, മസാച്യൂസെറ്റ്സ് എന്ന കോളനി സ്ഥാപിച്ചു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മെയ് ഫ്ലവർ എന്ന പേരുള്ള ഒരു കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്ന പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിലെ പ്ലിമൗത്ത് എന്ന് പറയുന്ന ഒരു കോളനി സ്ഥാപിച്ചു അല്ലേ. അപ്പോൾ പ്യൂരിറ്റന്മാർ എന്ന് പറയുന്നത് തീർത്ഥാടക പിതാക്കന്മാരെയാണ് പ്യൂരിറ്റന്മാർ എന്നറിയപ്പെടുന്നത്. പിൽക്കാലത്ത് 12 കോളനികൾ കൂടി രൂപം കൊണ്ടു. അപ്പോൾ ഇവരാണ് ആദ്യമായിട്ടൊരു കോളനി സ്ഥാപിക്കുന്നത്. പിന്നീട് 12 കോളനികൾ സ്ഥാപിച്ചു. ഈ കോളനികളിൽ വസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷുകാരായിരുന്നു. ഈ കോളനികളിൽ കൂടുതൽ പേരും ഇംഗ്ലീഷുകാരാണ്. മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇവരെ നിയന്ത്രിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു. കോളനിക്കാരുടെ അസംതൃപ്തിക്ക് ഇത് പ്രധാന കാരണമായി. അപ്പോൾ മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെയാണ് ഇവരിവിടെ താമസിക്കുന്നത് അല്ലേ, ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഇംഗ്ലണ്ടിലെ രാജാവ് എന്ത് ചെയ്യാണ്? ഒരു ഗവർണർമാരെ നിയമിക്കുകയാണ്. അത് ഈ കോളനിക്കാരുടെ അസംതൃപ്തിക്ക് കാരണമായി. അപ്പോൾ കൊളോണിയൽ നിയന്ത്രണമാണ് ആദ്യം നടത്തുന്നത് അല്ലേ. അപ്പോൾ കൊളോണിയൽ നിയന്ത്രണം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പ്യൂരിറ്റന്മാർ ഒരു സംഘം, അതായത് വടക്കേ അമേരിക്കയിലെ പ്ലിമൗത്ത് എന്ന് പറയുന്ന ഒരു കോളനി സ്ഥാപിക്കുകയാണ്. പിന്നീട് കുറേ കോളനികൾ, അവിടെ 12 കോളനികളോളം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതലും ആരാണ്? ഇംഗ്ലീഷുകാർ തന്നെയാണ്. അപ്പോൾ ഈ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇവരുടെ മാതൃരാജ്യത്തിൻ്റെ, ഇപ്പോൾ ഇംഗ്ലീഷുകാരാണെന്നെങ്കിൽ ബ്രിട്ടൻ്റെ സഹായമില്ലാതെ, അതുപോലെ തന്നെ വേറെയും കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷുകാരാണ്, പക്ഷേ ഭൂരിഭാഗം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ മാതൃരാജ്യത്തിൻ്റെ സഹായമില്ലാതെ ഇവരുടെ കോളനികൾ സ്ഥാപിച്ചു. അത് അവർക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്? ഇവിടെ ഗവർണർമാരെ നിയമിക്കുകയാണ്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും അസംതൃപ്തിക്ക് കാരണമാകുന്നത്. അപ്പോൾ ആരാണ് പ്യൂരിറ്റന്മാർ? ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു പ്യൂരിറ്റന്മാർ. ആരാധന കാര്യങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായി ഇവർ സംഘർഷത്തിലായിരുന്നു. ഇതേ തുടർന്ന് ഇവരിൽ ചിലർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമാണ് ഈ പ്യൂരിറ്റന്മാർ. അപ്പോൾ ഈ രാജ്യത്തിലുള്ള മറ്റ് ക്രിസ്ത്യാനി വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, ഇവരായിട്ട് എന്തില്ല, ഒരുമ ഉണ്ടായിരുന്നില്ല അല്ലേ. എപ്പോഴും ഇവർ സംഘർഷത്തിലാണ്. അങ്ങനെ ഇതേ തുടർന്നാണ് ഇവർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടേക്ക് വരുന്നത്? അമേരിക്കയിൽ വരുന്നത്, ഇവിടെ കോളനികൾ സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് വാണിജ്യ നിയന്ത്രണം. നമ്മൾ പറഞ്ഞു ഒന്ന് കോളനീകരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ, ഒന്ന് കൊളോണിയൽ നിയന്ത്രണമാണ്. ഇനി വാണിജ്യ നിയന്ത്രണം. ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു. അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കാനും നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള കുത്തക കമ്പോളമാക്കി അവർ കോളനികളെ മാറ്റി.
ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതായത് അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കുന്നതിനായിട്ടും നിർമ്മിത ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്നതിനുള്ള ഒരു കുത്തക കമ്പോളമാക്കാനായിട്ട് ആര് ശ്രമിക്കുകയാണ്, ഈ കോളനികളെ ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവരെന്തൊക്കെ നിയമങ്ങളാണ്, വാണിജ്യ നിയമങ്ങളാണ് നടപ്പിലാക്കിയത്. കോളനികളിൽ നിന്നും കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളുടെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. കമ്പിളി, പുകയില, കപ്പലിൻ്റെ പായ് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ. യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. 1765 സ്റ്റാമ്പ് നിയമം അനുസരിച്ച് വിൽപത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലഘുലേഖകൾ എന്നിവയിൽ നിശ്ചിത വിലയിലുള്ള സ്റ്റാമ്പ് പതിക്കണമെന്ന് നിഷ്കർഷിച്ചു. ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്നും കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചെലവായ തുക തിരിച്ചുപിടിക്കുന്നതിനായാണ് അധിക നികുതി ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ നിയമങ്ങളാണ്, ഒന്ന്, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കപ്പലുകളിലായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കോളനികളുടെ കപ്പലുകളിലായിരിക്കണം. അതുപോലെ തന്നെ കമ്പിളിയും പുകയിലയും കപ്പലിൻ്റെ പായൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാനായിട്ട് പാടുള്ളൂ. യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോകാനും പാടുള്ളൂ. 1765 സ്റ്റാമ്പ് നിയമം അനുസരിച്ച് നെൽപത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലഘുലേഖകൾ എന്നിവയിൽ സ്റ്റാമ്പ് പതിക്കണം അല്ലേ, നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിക്കണം. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെ ആക്രമണത്തിൽ നിന്നും കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചെലവായ തുക തിരിച്ചുപിടിക്കുന്നതിനായിട്ടാണ് ഈ വാണിജ്യ നിയമങ്ങളും അതുപോലെ തന്നെ ഈ നികുതികളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വർദ്ധിച്ച ജനരോഷത്തെ തുടർന്ന് 1766 ഈ നിയമം പിൻവലിച്ചെങ്കിലും കോളനിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നിക്ഷിപ്തമാക്കി. അപ്പോൾ കുറേ ഇതിനെതിരെയായിട്ട് കുറേ ജനരോഷമൊക്കെ വന്ന സമയത്ത് 1766 നിയമം പിൻവലിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ആ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ആർക്ക് കൊടുക്കുകയാണ്, ബ്രിട്ടീഷ് പാർലമെൻറ്റിന് കൊടുക്കുകയാണ്. ബ്രിട്ടൻ്റെ ഇത്തരം നടപടികൾ അമേരിക്കൻ ജനതയെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കോളനി നിവാസികൾ കലാപവുമായി രംഗത്ത് വന്നു. കോളനി നിവാസികളെ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച മറ്റു ചില ഘടകങ്ങൾ എന്തൊക്കെയാണ്. സപ്തവത്സര യുദ്ധത്തിൻ്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായി. അപ്പോൾ സപ്തവത്സര യുദ്ധം നടക്കുന്നുണ്ട് അല്ലേ. സപ്തവത്സര യുദ്ധം എന്ന് വെച്ചാൽ എന്താണ്, ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. അതോട് കൂടിയിട്ട് ആ യുദ്ധം അവസാനിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായി. ഇനി യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ ഫലമായി കിട്ടിയ സൈനിക പരിചയം, പങ്കെടുത്തതിൻ്റെ ഫലമായി കിട്ടിയ സൈനിക പരിചയം, സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധം, ഇവയൊക്കെ ആർക്കുണ്ട്, നമ്മുടെ കോളനിവാസികൾക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രിട്ടനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ആരെ പ്രേരിപ്പിച്ചത്, നമ്മുടെ കോളനികളെ പ്രേരിപ്പിച്ചത്. ഇനി ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ബോസ്റ്റൺ തേയില സൽക്കാരം. ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന് വെച്ചാൽ എന്താണ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നുന്നു പഴയ CRTയിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വിപ്ലവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ക്ലാസ്സുകൾ നമ്മൾ ഇതിൽ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ 8ാം ക്ലാസ്സിൽ ഇപ്പോൾ എന്താണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം PSC പഠിക്കുന്നവരാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് നമുക്ക് പഴയ CRTയിൽ 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്ററും കാണാം കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു 1873 തേയില നിയമം നടപ്പിലാക്കി. കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതാണ് ഈ നിയമം. 1773 തേയില നിയമം വരുന്നത്. തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറ്റിപ്പറ്റിയ പ്രതിഷേധക്കാർ തേയില പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ തേയില സൽക്കാരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചിട്ട് ആര് വരാണ്, നമ്മുടെ പ്രതിഷേധക്കാർ വരാണ്. ഇവരെന്ത് ചെയ്യാതോ ഈ തേയില പെട്ടികളൊക്കെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് ബോസ്റ്റൺ തേയില സൽക്കാരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു ആണ് 1873 തേയില നിയമം നടപ്പിലാക്കുന്നത്. കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അതായത് ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില മാത്രം ഈ കോളനി നിവാസികൾ വാങ്ങിച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ഈ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തേയില ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ റെഡ്, അതായത് ഈ അമേരിക്കക്കാരുടെ, അതായത് റെഡ് ഇന്ത്യക്കാരുടെ വേഷമൊക്കെ ധരിച്ചിട്ട് ഈ ബ്രിട്ടീഷുകാർ വരാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു തേയില ഒക്കെ എടുത്തിട്ട് കടലിലേക്ക് വലിച്ചെറിയാണ്. ഇതാണ് നമ്മുടെ ബോസ്റ്റൺ തേയില സൽക്കാരം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, കോളനികൾ ഐക്യപ്പെടുന്നു. അതിനു മുമ്പ് എന്താണ് സപ്തവത്സര യുദ്ധം എന്ന് പറയുന്നുണ്ട്. വ്യാപാര കുത്തക
ഉറപ്പാക്കുന്നതിനായി ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. വ്യാപാര കുത്തക ഉറപ്പാക്കുന്നതിനായിട്ട് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. 1856 ആരംഭിച്ച യുദ്ധം 1863 പാരീസ് സന്ധിയോടെ അവസാനിച്ചു. അപ്പോൾ 1856 എന്ത് ആരംഭിക്കുന്നത്? സപ്തവത്സര യുദ്ധം ആരംഭിക്കുന്നത്. 1863 പാരീസ് സന്ധിയോടെ ഇത് അവസാനിച്ചു. അപ്പം 1856 ഫ്രഞ്ചും ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും തമ്മിൽ യുദ്ധം നടക്കുന്നത് അല്ലേ. പിന്നെ 1863 പാരീസ് സന്ധി ഒപ്പുവെച്ചപ്പോഴാണ് സപ്തവത്സര യുദ്ധം അവസാനിക്കുന്നത്. നെക്സ്റ്റ്, കോളനികൾ ഐക്യപ്പെടുന്നു. അപ്പോൾ നമ്മളിവിടെ 2 നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ. വാണിജ്യ നിയന്ത്രണവും അതുപോലെ തന്നെ കൊളോണിയൽ നിയന്ത്രണത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ അമേരിക്കയിലെ ജനങ്ങളെ ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ബോസ്റ്റൺ തേയില സംസ്കാരം പറഞ്ഞു. ഇനി കോളനികൾ ഐക്യപ്പെടുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് അമേരിക്കൻ കോളനികൾ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരുന്നതിനിടയാക്കി. ബ്രിട്ടീഷ് ഗവൺമെൻറ് അമേരിക്കൻ കോളനികളിൽ ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയപ്പോൾ കോളനികൾക്കിടയിൽ ഐക്യബോധം ഒന്നും കൂടി വളരാണ് ചെയ്തത്. ഈ ഐക്യബോധത്തിൻ്റെ പരിണിതഫലമായി ഫിലാഡൽഫിയയിൽ കോളനിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഇതാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഐക്യബോധത്തിൻ്റെ ഫലമായിട്ട് ഫിലാഡൽഫിയയിൽ കോളനിവാസികളുടെ പ്രതിനിധികൾ സംഘടിച്ചു. ഇതിനെയാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. 1874 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടക്കുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും എവിടെയാണ്? രണ്ടാമത്തെയും കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. 1, 2, 3 അല്ലേ. 1874 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഫിലാഡൽഫിയയിലാണ് കോളനിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചത്. ഇതിനെയാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. 1874 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടക്കുന്നുണ്ട്. അതിൽ ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ പങ്കെടുത്തു. ജോർജിയ ഒഴികെ ബാക്കി 12 കോളനികളും ഇതിൽ പങ്കെടുത്തു. പരാതികൾ പരിഹരിക്കപ്പെടുന്നത് വരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ ഈ ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് തീരുമാനിച്ചു. അപ്പോൾ 1874 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് നടക്കുന്നത്. ജോർജിയ മാത്രമാണ് ഇതിൽ പങ്കെടുക്കാണ്ടിരുന്നത്. ബാക്കി 12 കോളനികളും പങ്കെടുത്തു. അപ്പോൾ കോളനികളെ ഇതൊക്കെയാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ന്യൂ ഹാംഷെയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെലാവെയർ, മേരിലാൻഡ്, കരോലിന, ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, അതുപോലെ തന്നെ വെർജീനിയ. ഓക്കെ, അങ്ങനെ കുറച്ച് കോളനികളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൽ ജോർജിയ പങ്കെടുക്കുന്നില്ല. ബാക്കി 12 കോളനികളും പങ്കെടുത്തു. പരാതികൾ പരിഹരിക്കുന്നത് വരെ ബ്രിട്ടനുമായിട്ടുള്ള വ്യാപാരം നിർത്തിവെക്കാൻ ഇതിലൂടെ തീരുമാനിച്ചു. നെക്സ്റ്റ്, 1875 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ് ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ഇതിൽ അതാണ് ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായി നിയമിച്ചു. ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായി നിയമിച്ചു. ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചു. ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ്റെ സൈന്യത്തിൻ്റെ തലവനായിട്ട് നിയമിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രിട്ടനുമായിട്ട് യുദ്ധം ആരംഭിച്ചു. നെക്സ്റ്റ്, 1876 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ഇതിലാണ് പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ്. അപ്പം 3 കോൺഗ്രസ് സമ്മേളനം അല്ലെങ്കിൽ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം പഠിച്ചു. ഒന്നാമത്തെ ഫിലാഡൽഫിയ കോൺഗ്രസ് 1874 ഇവിടെ 12 കോളനികൾ പങ്കെടുത്തു, ജോർജിയ ഒഴിച്ചിട്ട്. പിന്നെ ബ്രിട്ടനുമായിട്ടുള്ള വ്യാപാരം നിർത്തിവെക്കാൻ ഇതിലൂടെ തീരുമാനിച്ചു. 1875 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ഇതിൽ ബ്രിട്ടീഷ് രാജാവിന് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ജോർജ് വാഷിങ്ടണിനെ അമേരിക്കൻ സൈന്യത്തിൻ്റെ തലവനായി നിയമിച്ചു. ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചു. 1876 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ഇവിടെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. ആ ഒരു സമയത്ത് ഇത് എഴുതി തയ്യാറാക്കി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ് അല്ലേ. തോമസ് ജെഫേഴ്സൺ ആണ്. എന്താണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ? ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ നൽകിയ പരാതിയാണിത്. ഇതിലൂടെ 1765 ശേഷം പാസ്സാക്കിയ നിയമങ്ങൾ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് വെച്ചാൽ ബ്രിട്ടനുമായിട്ടുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള എന്താണ് ഒരു പരാതി കോളനി നിവാസികൾ നൽകാണ്. ആർക്ക്? രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് കോളനി നിവാസികൾ ഒരു പരാതി നൽകി. ഇതിലൂടെ 1765 ശേഷമുള്ള നിയമങ്ങളൊക്കെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നെക്സ്റ്റ്, തത്വചിന്തയും വിപ്ലവവും. അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും അവയുടെ ആശയങ്ങളും ഏതെല്ലാമെന്ന് പരിശോധിക്കാം.
ജെയിംസ് ഓട്ടീസ് എന്താ പറയുന്നത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ലാന്നല്ലേ. ഇനി തോമസ് പെയിൻ എന്ത് പറഞ്ഞു? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണ്ണം. ജോൺ ലോക്ക് എന്താ പറയുന്നത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അപ്പോൾ ജെയിംസ് ഓട്ടീസ് പറഞ്ഞു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. തോമസ് പെയിൻ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണ്ണം. ജോൺ ലോക്ക് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. നെക്സ്റ്റ് സ്വാതന്ത്ര്യത്തിലേക്ക്. 1781 യോർക്ക് ടൗണിൽ വെച്ച് കോൺവാലിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിംഗ്ടണിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ പരാജയപ്പെടുത്തി. തുടർന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പോൾ 1781 യോർക്ക് ടൗണിൽ വെച്ചിട്ട് കോൺവാലിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിംഗ്ടണിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി പരാജയപ്പെടുത്താണ്. അതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു എന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത്. ഫ്രാൻസിൻ്റെയും സ്പെയിനിനെയും കൂട്ടുപിടിക്കാനില്ല, അതിനുശേഷം ഇവരെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആരാണ് ജോർജ് വാഷിംഗ്ടൺ? 1732 ജോർജ് വാഷിംഗ്ടൺ ജനിച്ചു. പിതാവ് അഗസ്റ്റിൻ വാഷിംഗ്ടണും മാതാവ് മേരി ബാളുമായിരുന്നു. അമേരിക്കൻ കോളനികളുടെ സർവ്വസൈന്യാധിപൻ, ഭരണഘടനാ കൺവെൻഷൻ്റെ തലവൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു. മൈ ജേണി ടു ദ ഓഹിയോ വാലി, പിന്നെ പെൻ പാൽ വിത്ത് മെനി അറൗണ്ട് ദ വേൾഡ് എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഏതൊക്കെയാണ്? മൈ ജേണി ടു ദ ഓഹിയോ വാലി, പിന്നെ പെൻ പാൽ വിത്ത് മെനി അറൗണ്ട് ദ വേൾഡ്. ഇനി പുതിയ ഭരണഘടന തയ്യാറാകുന്നു. യുദ്ധാനന്തരം കോളനികൾ ചേർന്ന് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ ചട്ടക്കൂട് തയ്യാറാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന പൂർത്തീകരിക്കുന്നതിനായിട്ട് ഫിലാഡൽഫിയയിൽ വെച്ച് ജോർജ് വാഷിംഗ്ടൻ്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു. ഈ കൺവെൻഷൻ തയ്യാറാക്കിയ ഭരണഘടനയ്ക്കനുസൃതമായി അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡന്റായിട്ട് ആരെ തിരഞ്ഞെടുത്തു? ജോർജ് വാഷിംഗ്ടനെ തിരഞ്ഞെടുത്തു. അമേരിക്കൻ ഐക്യനാടുകളിലെ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. ഇതിനനുസരിച്ച് യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായിട്ടുള്ള ചില അധികാരങ്ങൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കയുടേത്. വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരമുണ്ടായിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ 3 ശാഖകളായ കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ്. അതുപോലെ തന്നെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, നാണയം എന്നിവയിലൊക്കെ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പ്രാതിനിധ്യമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ 3 ശാഖകളായ കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. വിപ്ലവാനന്തരം സാമ്പത്തിക, വ്യാവസായിക, വിദ്യാഭ്യാസ, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ അമേരിക്ക നേടിയ വളർച്ച ഒരു കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനായി പോരാടിയ ജനതയെ ഒരു പ്രധാന ലോക ശക്തിയായി വളർന്നു വരാൻ സഹായിച്ചു. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസക്തി എന്തൊക്കെയാണ്? ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടേതാണ്? കമലജി കേട്ടോ. ആധുനിക റിപ്പബ്ലിക്കൻ ഭരണം എന്ന ആശയം ലോകത്തിന് നൽകി. ഫെഡറൽ ഗവൺമെൻറ് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തു. ലോകമെമ്പാടുമുള്ള കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ഊർജം പകർന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസക്തി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, ആഭ്യന്തര കലാപവും ഐക്യവും. അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല എന്താ പറയുന്നത്? ആരാണ് പറഞ്ഞത്? എബ്രഹാം ലിങ്കൺ ആണ് പറഞ്ഞത്. അടിമത്തം തെറ്റല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നും തെറ്റല്ല. അമേരിക്കൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നിനെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞ വാക്കുകളാണിവ. വിപ്ലവാനന്തരം അമേരിക്കൻ ഐക്യനാടുകൾ നേരിട്ട ഏറ്റവും സങ്കീർണമായ സംഭവമായിരുന്നു ആഭ്യന്തര യുദ്ധം. ഇതിലേക്ക് നയിച്ച പശ്ചാത്തലം, പ്രധാന കാരണങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ആദ്യം, വൈവിധ്യമാർന്ന സംസ്ഥാനങ്ങൾ. അമേരിക്കൻ ഐക്യനാടുകളിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ കാർഷിക, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലകളിൽ അന്തരം നിലനിന്നിരുന്നു. എന്തൊക്കെയാണ്? വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിലും തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിലും എന്തൊക്കെയാണ്? വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ വ്യവസായവും വാണിജ്യവുമായിരുന്നു പ്രധാന മേഖല. എന്നാൽ തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ കൃഷിക്കാണ് പ്രധാന മേഖല. സംഘടിത തോട്ടങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇനി വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ പറഞ്ഞു വ്യവസായത്തിനാണ് പ്രാധാന്യം നൽകിയത്. അപ്പോൾ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ വ്യവസായശാലകൾ വളരെ കുറവായിരുന്നു. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വടക്കൻ സംസ്ഥാനങ്ങളെയോ ഇംഗ്ലണ്ടിനെയോ ആശ്രയിക്കണമായിരുന്നു.
ഇനി വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമായിരുന്നു. എന്നാൽ തെക്കേ അമേരിക്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല, സാക്ഷരതയിൽ വളരെ പിന്നിലായിരുന്നു. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർഷിക വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലകളിൽ നോക്കുകയാണെങ്കിൽ വടക്കൻ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ വ്യവസായമാണ് അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ മറ്റ് വ്യവസായ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസം അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ കൃഷിക്കാണ് അവിടെ പ്രാധാന്യം. വ്യവസായ മേഖലകളൊക്കെ വളരെ കുറവാണ്. അത് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്താണ് അടിമത്തം? 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം വരെ യൂറോപ്യർ ആഫ്രിക്കയിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു. വടക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അടിമത്ത വ്യവസ്ഥിതിയെ നിരുത്സാഹപ്പെടുത്തി. ജോൺ വൂൾമാൻ്റെ നേതൃത്വത്തിൽ അടിമത്ത വ്യവസ്ഥിതി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ മുമ്പേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോൺ വൂൾമാൻ്റെ നേതൃത്വത്തിൽ ഈ അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി 1808 അടിമകളെ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിരോധിച്ചു. 1808 അടിമകളെ നിരോധിക്കുന്നത് അല്ലേ, അടിമകളെ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുന്നത്. അടിമത്തത്തിന് അനുകൂലമായി നിന്ന തെക്കൻ സംസ്ഥാനങ്ങൾ തോട്ടം കൃഷിയുടെ നിലനിൽപ്പിന് അടിമത്തം ആവശ്യമാണെന്നും അതിനാൽ അവരെ മോചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ആപത്താണെന്നും വാദിച്ചു. അപ്പോൾ അടിമത്തത്തിന് അനുകൂലമായി നിന്നവരാണ് തെക്കിന്ത്യൻ സംസ്ഥാനങ്ങൾ. അവിടെ കൃഷിക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ തോട്ടം കൃഷിയുടെ നിലനിൽപ്പിന് അടിമത്തം വേണമെന്നൊക്കെ ഇവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്വന്തം സ്വത്താക്കി മാറ്റുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വടക്കൻ സംസ്ഥാനങ്ങൾ അഭിപ്രായപ്പെട്ടു. അടിമത്ത വിരുദ്ധപത്രമായ ദി ലിബറേറ്ററും മിസിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിൻ്റെ അങ്കിൾ ടോംസ് ക്യാമ്പിൻ എന്ന പുസ്തകവും അടിമത്തത്തിനെതിരെയുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തി. ഇത് വടക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു. അടിമത്ത വിരുദ്ധപത്രമായിട്ടുള്ള ദി ലിബറേറ്ററിലും അതുപോലെ തന്നെ മിസിസ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവിൻ്റെ പുസ്തകമാണ് അങ്കിൾ ടോംസ് ക്യാബിൻ. ഇതിലൊക്കെ അടിമത്തത്തിനെതിരെയുള്ള ജനവികാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് വടക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും തമ്മിൽ സംഘർഷത്തിന് വഴി തെളിയിക്കുകയാണ് അല്ലേ. ഇനി എന്താണ് അടിമത്തം? ഒരു മനുഷ്യൻ അന്യൻ്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയനായി തീരുന്ന അവസ്ഥയാണ് അടിമത്തം എന്ന് ലീഗ് ഓഫ് നേഷൻസ് നിർവചിച്ചിട്ടുണ്ട്. പരാജിതരായ ശത്രുക്കളെ തടവുകാരായി പിടിച്ചും വ്യക്തികളെ വിലയ്ക്ക് വാങ്ങിയും അടിമകളാക്കിയിരുന്നു. CE 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനി വികസനത്തോടെ ആഫ്രിക്കയിൽ നിന്ന് വൻതോതിൽ അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. നെക്സ്റ്റ്, ബാലറ്റിൽ നിന്ന് യുദ്ധഭൂമിയിലേക്ക്. അടിമത്തം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്ന എബ്രഹാം ലിങ്കൺ. ഇദ്ദേഹം 1860-ൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. അവർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോൺഫെഡറേറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന പുതിയൊരു സഖ്യം സ്ഥാപിച്ചു. എന്നാൽ വടക്കൻ സംസ്ഥാനങ്ങൾ യൂണിയനിൽ നിന്ന് വേറിട്ട് പോകുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു. ഇത് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പോൾ അടിമത്തം അവസാനിപ്പിക്കുന്നതിനായിട്ട് പ്രയത്നിച്ച ഒരാളാണ് നമ്മുടെ അബ്രഹാം ലിങ്കൺ. 1860-ലാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. തുടർന്ന് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് പുതിയ സഖ്യം സ്ഥാപിച്ചു, കോൺഫെഡറേറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന്. പക്ഷേ വടക്കൻ സംസ്ഥാനങ്ങൾ യൂണിയനിൽ നിന്ന് വേറിട്ട് പോകുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു. അങ്ങനെ യുദ്ധം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ആരാണ് എബ്രഹാം ലിങ്കൺ? 1809 ഫെബ്രുവരി 12-ന് കെൻഡിക്കിൽ ജനിച്ചു. 1859-ൽ അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അമേരിക്കയിലെ ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അടിമകളെ മോചിപ്പിക്കുക എന്ന തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലാണ് അദ്ദേഹം ജനാധിപത്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഭരണമെന്ന് നിർവചിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഭരണമെന്ന് നിർവചിച്ചത് ആരാണ്? എബ്രഹാം ലിങ്കണാണ്. ഇനി യൂണിയൻ വിജയത്തിലേക്ക്. 1861-ൽ കോൺഫെഡറേറ്റഡ് സ്റ്റേറ്റുകൾ രൂപീകരിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു സഖ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ കോൺഫെഡറേറ്റഡ് സ്റ്റേറ്റുകളും യൂണിയൻ സ്റ്റേറ്റുകളും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1863-ൽ ഗെറ്റിസ്ബർഗ് യുദ്ധത്തിൽ യൂണിയൻ സ്റ്റേറ്റുകൾ അന്തിമ വിജയം നേടി. യൂണിയൻ സ്റ്റേറ്റ് ആണ് അവിടെ വിജയിക്കുന്നത്. 1863 ജനുവരി 1-ന് അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമകൾക്ക് മോചനം ലഭിക്കത്തക്ക വിധത്തിൽ എബ്രഹാം ലിങ്കൺ വിളംബരം പുറപ്പെടുവിച്ചു. ഇത് പ്രസിദ്ധമായ വിമോചന വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിലാണ് അടിമത്തം എന്ന് പറയുന്നത് അവസാനിക്കുന്നതിനായിട്ട് എബ്രഹാം ലിങ്കൺ പുറപ്പെടുവിച്ച വിളംബരമാണ് വിമോചന വിളംബരം. 1863 ജനുവരി 1. പരാജിതരായ തെക്കൻ സംസ്ഥാനങ്ങളോട്
മനോഭാവമാണ് ലിങ്കൺ പ്രകടിപ്പിച്ചത്. 1865 ഏപ്രിൽ 15 ജോൺ വിൽക്സ് ബൂത്ത് എന്ന വിഘടനവാദി അദ്ദേഹത്തെ വധിച്ചു. ആരാണ്? ജോൺ വിൽക്സ് ബൂത്ത് ആണ് അദ്ദേഹത്തെ വധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് റഷ്യൻ വിപ്ലവം. ഞങ്ങളുടെ കാലത്ത് എല്ലാ സൂത്രങ്ങളും നേട്ടങ്ങളും നവീന സംസ്കാരത്തിൻ്റെ പുരോഗതിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കാർ കൊള്ള ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവർ പട്ടിണി കിടക്കുന്നതും മാത്തിൻ്റെ കാൽ ഭക്ഷിക്കുന്നതും റൊട്ടിക്ക് പകരം ചെളിക്കട്ടകൾ ഭക്ഷിക്കുന്നതും അജീർണം ബാധിച്ച് പ്രാണവേദന കൊണ്ട് മരിക്കുന്നതും. അതേസമയം നിക്കോളസ് രണ്ടാമൻ്റെ നേതൃത്വത്തിൽ റഷ്യൻ ഭൂപ്രഭുക്കളും മുതലാളിമാരും ഒന്നടങ്കം സമ്പത്തിൽ ആറാടുകയാണ്. മുകളിൽ നൽകിയിരിക്കുന്ന വാക്കിൽ നിന്നും റഷ്യയിലെ കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആരാണ്? സർ ചക്രവർത്തി അല്ലെങ്കിൽ എന്താണ് ജനകീയ സഭ. റഷ്യയിൽ ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണകർത്താക്കളെയാണ് സർ ചക്രവർത്തിമാർ എന്നറിയപ്പെടുന്നത്. റഷ്യയിൽ ഭരണം നടത്തിയവരെയാണ് എന്നറിയപ്പെടുന്നത് സർ ചക്രവർത്തിമാർ എന്നറിയപ്പെടുന്നത്. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനും മാത്രമല്ല ആരെയും നാട് കടത്തുന്നതിനും തടങ്കലിടുന്നതിനും ചക്രവർത്തിക്ക് അധികാരമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരെ നിയമിക്കുക, പിരിച്ചുവിടുക, അത് മാത്രമല്ല നാട് കടത്തുന്നതിന് വേണ്ടിയിട്ടും ഓരോരുത്തർ നാട് കടത്താനും തടങ്കലിടാനൊക്കെ ആർക്ക് അധികാരമുണ്ട്? ഈ ചക്രവർത്തിക്ക് അധികാരമുണ്ടായിരുന്നു. ദുരിതപൂർണമായ തൊഴിൽ സാഹചര്യങ്ങൾ, സാമ്പത്തിക മാന്ദ്യം, ജപ്പാനുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്നിവയാൽ രോഷാകുലരായ ജനങ്ങൾ സാമ്പത്തിക രാഷ്ട്രീയ നവീകരണത്തിനായി സർ നിക്കോളസ് രണ്ടാമനോട് അഭ്യർത്ഥിക്കാൻ ഫാദർ ഗോപോണിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാർച്ച് ചെയ്തു. പ്രതിഷേധക്കാർക്കെതിരെ സൈന്യം വെടിയുതിർക്കുകയും 100-ലധികം തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. 1905 ജനുവരി 22 സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഈ കൂട്ടക്കൊലയാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. അപ്പോൾ രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ സർ ചക്രവർത്തിമാർക്ക് അധികാരത്തിനല്ലേ എല്ലാ അധികാരവും ആർക്കുണ്ടായിരുന്നു? സർ ചക്രവർത്തിമാർക്ക് ഉണ്ടായിരുന്നു. അതായത് നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ നടപ്പിലാക്കുന്നതിനൊക്കെയുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സർ ചക്രവർത്തിമാർക്കുണ്ട്. റഷ്യയിലെ ഭരണാധികാരികളാണ് സർ ചക്രവർത്തിമാർ. എന്നാൽ ഇവർക്ക് തന്നെ ഓരോരുത്തരും നാട് കടത്താനും തടങ്കലിടാനൊക്കെ അധികാരമുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. ദുരിതപൂർണമായ തൊഴിൽ സാഹചര്യങ്ങൾ, സാമ്പത്തിക മാന്ദ്യം, അതുപോലെ തന്നെ ജപ്പാനുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്നിവയിലാലൊക്കെ ഈ ജനങ്ങൾ രോഷാകുലരായിരുന്നു. അങ്ങനെ ഈ രാഷ്ട്രീയ നവീകരണത്തിനായിട്ട് സർ നിക്കോളസ് രണ്ടാമനോട് അഭ്യർത്ഥിക്കാൻ ഫാദർ ഗാബോണിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാർച്ച് ചെയ്യാണ്. അങ്ങനെ മാർച്ച് ചെയ്തപ്പോൾ പ്രതിഷേധക്കാർക്കെതിരെ സൈന്യം വെടിയുതിർത്തി. അതിൽ കുറേ പേര് കൊല്ലപ്പെട്ടു. അതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. ഇത് നടക്കുന്നത് 1905 ജനുവരി 22 ജനരോഷത്തെ തുടർന്ന് ദ്യൂമ എന്ന പാർലമെന്റ് രൂപീകരിക്കാൻ ചക്രവർത്തി സമ്മതിച്ചു. എന്നാൽ ദ്യൂമയിൽ നിർദ്ദേശിച്ച എല്ലാ പരിഷ്കാരങ്ങളും അദ്ദേഹം നിരസിക്കുകയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ദ്യൂമ എന്ന് പറയുന്നത് അവിടുത്തെ പാർലമെൻ്റ് ആണ് അല്ലേ, പാർലമെൻ്റ് ആണ്. എന്നാൽ ഈ പാർലമെൻറ്റ് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ആരും അംഗീകരിക്കുന്നില്ല. ചക്രവർത്തി അംഗീകരിക്കുന്നില്ല. ഇനി തൊഴിലാളികളും വിപ്ലവവും. റഷ്യൻ സമൂഹത്തിൽ 2 ജനവിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. തൊഴിലാളികളും കർഷകരും അടങ്ങുന്ന സാധാരണക്കാരായ ജനങ്ങളും പ്രഭുക്കളും മുതലാളിമാരടങ്ങുന്ന സമ്പന്ന വിഭാഗവും. അപ്പോൾ റഷ്യൻ സമൂഹത്തിൽ 2 പേരുണ്ട്. ഒന്ന് സാധാരണ ജനങ്ങളും ഒന്ന് സമ്പന്നരും അല്ലേ. സാധാരണ ജനങ്ങളായിരുന്ന കർഷകരെയും തൊഴിലാളികളെയും ഭരണകർത്താക്കളും പ്രഭുക്കന്മാരും അവജ്ഞയോടാണ് കണ്ടിരുന്നത്. കർഷകരുടെയും തൊഴിലാളികളുടെയും ദയനീയ അവസ്ഥ എന്തായിരുന്നു? തൊഴിലാളികൾ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു കുറഞ്ഞ വേതനം, മോശം ജീവിത സാഹചര്യം, വർദ്ധിച്ച തൊഴിൽ സമയം, വ്യവസായങ്ങളിൽ വിദേശ മുതലാളിമാരുടെ ആധിപത്യം. അപ്പോൾ തൊഴിലാളികൾ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? കുറഞ്ഞ വേതനം, മോശം ജീവിത സാഹചര്യം, വർദ്ധിച്ച തൊഴിൽ സമയം, വ്യവസായങ്ങളിൽ വിദേശ മുതലാളിമാരുടെ ആധിപത്യം. ഇനി തൊഴിലാളികളെ പോലെ തന്നെ കർഷകരുടെയും അവസ്ഥ ദയനീയമാണ്. അവർ നേരിട്ട് എന്തൊക്കെയാണ്? കർഷകർ സാമൂഹികമായും സാമ്പത്തികമായും അടിച്ചമർത്തപ്പെട്ടിരുന്നു. കൃഷിഭൂമിയിൽ കൂടുതലും ആരുടെ കൈകളിലാണ്? പ്രഭുക്കന്മാരുടെ കൈകളിലാണ്. ചെറിയൊരു വിഭാഗം കർഷകർക്ക് മാത്രമാണ് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നത്. കർഷകർ നൽകേണ്ട നികുതി വളരെ കൂടുതലായിരുന്നു. വിദേശ മുതലാളിമാരുടെ ആധിപത്യവും ചൂഷണവും കർഷകർക്കും തൊഴിലാളികൾക്കുമിടയിൽ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കുന്നതിന് കാരണമായി. ഇത് അവരിൽ രാഷ്ട്രീയ ബോധം വളരുന്നതിനിടയാക്കി. ഈ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകൃതമാകുന്നത്. അപ്പോൾ വിദേശ മുതലാളിമാരുടെ ആധിപത്യം ചൂഷണമൊക്കെ ഇവരിൽ ട്രേഡ് യൂണിയനുകൾ, കർഷകർക്കിടയിൽ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാൻ കാരണമാകാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രൂപീകൃതമായി. 2 മെയിനായിട്ട് പാർട്ടികളാണ് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും. അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുമ്പോൾ 2 വിഭാഗമുണ്ടായിരുന്നു. ബോൾഷെവിക്കുകളും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മെൻഷെവിക്കുകളും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം.
വിപ്ലവത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ സാഹിത്യകാരനും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ലിയോ ടോൾസ്റ്റോയ്, തുർഗനെവ്, മാക്സിം ഗോർക്കി മുതലായവരുടെ രചനകൾ സാധാരണ ജനതയുടെ ശോചനീയ അവസ്ഥയെ ഹൃദയസ്പർശിയായി ചിത്രീകരിച്ചു. എന്നാൽ വിപ്ലവം സൃഷ്ടിച്ചതും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് ആംഗൽസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ അടങ്ങിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും കുറേ സാഹിത്യകാരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ലിയോ ടോൾസ്റ്റോയ്, തുർഗനെവ്, മാക്സിം ഗോർക്കിയെ കുറിച്ചിട്ടൊക്കെ അല്ലേ. മാക്സിം ഗോർക്കിയുടേതാണ് അമ്മ എന്ന് പറയുന്ന ഒരു നോവൽ. ഏതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്നാൽ പ്രധാനമായിട്ടും ആരുടെ ആശയങ്ങളാണ് ഇവർ സ്വീകരിച്ചിട്ടുണ്ടായെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന സിദ്ധാന്തത്തിലുള്ള ആശയങ്ങളാണ്. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയിട്ടുള്ളത് ആരൊക്കെയാണ്? കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് ആംഗൽസിൻ്റെതാണ് അല്ലേ. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇനി മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര പ്രകാരം മനുഷ്യജീവിതത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും ബുദ്ധിപരവുമായ എല്ലാ പ്രവർത്തനങ്ങളും നിർണ്ണയിക്കുന്നത് സമൂഹത്തിലെ ഉൽപ്പാദന രീതിയാണ്. തൊഴിലാളികളാണ് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനമെന്നും അതിനാൽ തൊഴിലാളികളുടെ ആധിപത്യത്തിനായി നിലകൊള്ളണമെന്നും മാർക്സിസ്റ്റ് ആശയത്തിന് രൂപം നൽകിയ കാൾ മാർക്സും ഫ്രെഡറിക് ആംഗൽസും വാദിച്ചു. അപ്പോൾ കാൾ മാർക്സും ഫ്രെഡറിക് ആംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം ആരുടേതാണ്? ഇവർ രണ്ടാളുടെയാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇതിൽ തൊഴിലാളികൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചപ്പോൾ റഷ്യയും പങ്കാളിയായി. ആയുധങ്ങളുടെ കുറവും പരിശീലനത്തിൻ്റെ അഭാവവും മൂലം ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു. ഇത് സർ ഭരണകൂടത്തിനെതിരെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്ന് വിമർശനം ഉയർന്നു വരുന്നതിനിടയാക്കി. ഈ സമയത്ത് റഷ്യയിലുണ്ടായ ഭക്ഷ്യദൗർലഭ്യം പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. ജനങ്ങൾക്കിടയിൽ വിപ്ലവ ചിന്തകൾ ഉണരുന്നതിന് വഴി തെളിയിച്ചു. രാജാധികാരം അവസാനിക്കുന്നു. 1917 മാർച്ച് 8 ഏകാധിപത്യം നശിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി സ്ത്രീ തൊഴിലാളികൾ മുൻപന്തിയിൽ നിന്നുകൊണ്ടും പെട്രോഗ്രാദിൽ പണിമുടക്കും മാർച്ച് നടത്തി. ഇതിനെ നേരിടാൻ അയച്ച പട്ടാളക്കാർ തൊഴിലാളികളുടെ പക്ഷത്ത് ചേർന്നു. സർ നിക്കോളസ് രണ്ടാമനെ 1917 മാർച്ച് 15 സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ കീഴിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. ഈ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 1917 മാർച്ച് 8 പെട്രോഗ്രാഡിൽ പണിമുടക്ക് മാർച്ച് നടത്തുന്നുണ്ട് അല്ലേ സ്ത്രീ തൊഴിലാളികൾ. അങ്ങനെ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് അയച്ച പട്ടാളക്കാരും ഈ തൊഴിലാളികളുടെ പക്ഷത്താണ് ചേർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിക്കോളസ് രണ്ടാമനെ ഇതിൽ നിന്നും സ്ഥാനഭ്രഷ്ടനാക്കുന്നുണ്ട് 1917 മാർച്ച് 15. അങ്ങനെ ആരുടെ നേതൃത്വമാണ് അവിടെ വരുന്നത്? അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വമാണ് വരുന്നത്. മെൻഷെവിക്കുകളുടെ നേതാവാണ് ആര്? അലക്സാണ്ടർ കെരൻസ്കി. അതിനെയാണ് ഈ ഒരു ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെയാണ് എന്നറിയപ്പെടുന്നത് താൽക്കാലിക ഗവൺമെൻറ് അലക്സാണ്ടർ കെരൻസ്കി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ്, തൊഴിലാളി വർഗം സർവാധിപത്യത്തിലേക്ക്. റഷ്യൻ വിപ്ലവത്തെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത് ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായ ലെനിൻ ആയിരുന്നു. റഷ്യൻ വിപ്ലവത്തെ പൂർണ്ണതയിലേക്ക് എത്തിച്ചത് ആരായിരുന്നു? ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്നു ലെനിൻ ആയിരുന്നു. താൽക്കാലിക ഗവൺമെൻറ് മുതലാളിമാരുടേതാണെന്നും അത് ജനങ്ങൾക്ക് സമാധാനവും ഭക്ഷണവും സ്വാതന്ത്ര്യം അനുവദിക്കില്ലെന്നും അതിനാൽ അതിൻ്റെ സ്ഥാനത്ത് സോവിയറ്റുകളുടെ ഗവൺമെൻറ് വരണമെന്നും അദ്ദേഹം വാദിച്ചു. അദ്ദേഹം പുതിയ ആശയങ്ങളും മുന്നോട്ട് വെച്ചു. ലെനിൻ്റെ ആശയങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, ഭക്ഷണം, അധികാരം, സമാധാനം. ഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും, അധികാരം തൊഴിലാളി കൗൺസിലുകൾക്ക് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് പ്രധാനമായിട്ടും വരുന്ന ആശയം. ലെനിൻ്റെ എന്തൊക്കെയാണ്? ഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, അധികാരം തൊഴിലാളി കൗൺസിലുകാർക്ക്, അതായത് സോവിയറ്റുകൾക്ക്, സമാധാനം എല്ലാവർക്കും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി രൂപീകരിച്ച സൈനിക വിഭാഗമായിരുന്നു ചുവപ്പ് കാവൽ സേന, റെഡ് ഗാർഡ്. ബോൾഷെവിക് സംഘങ്ങൾ തപാൽ, ടെലിഫോൺ കേന്ദ്രങ്ങൾ, തീവണ്ടി സ്റ്റേഷനുകൾ, ബാങ്കുകൾ എന്നിങ്ങനെ പെട്രോഗ്രാദിലെ പ്രധാന സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുത്തു. അതിനുശേഷം താൽക്കാലിക ഗവൺമെൻറ് ആസ്ഥാനമായ ശൈത്യകാല രാജധാനിയും കൈവശപ്പെടുത്തി. ഇതോടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെൻറ്റും പുറത്തായി. ഇതിനെയാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. തുടർന്ന് ലെനിൻ റഷ്യ തൊഴിലാളികളുടെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയുടെ അധികാരം അവിടെ പോവുകയാണ്. പിന്നീട് ലെനിനാണ് അവിടേക്ക് അധികാരത്തിലേക്ക് വരുന്നത് അല്ലേ. ഇതിനെയാണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇനി റഷ്യൻ കലണ്ടർ എന്ന് വെച്ചാൽ എന്താണ്? അന്താരാഷ്ട്ര കലണ്ടറിനേക്കാളും 13 ദിവസം പിന്നിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1870 ആണ് ലെനിൻ ജനിച്ചത്. സാമൂഹ്യ വ്യവസ്ഥയിൽ മൗലികമായ മാറ്റം രഹസ്യ സംഘടനകൾ കൊണ്ടുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ അത് നേടാനാകൂ എന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഈ കാഴ്ചപ്പാടാണ് റഷ്യയിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും വിപ്ലവം അനിവാര്യമാക്കി തീർത്തത്. ഒക്ടോബർ വിപ്ലവത്തിനും തുടർന്ന് രൂപീകൃതമായ വിപ്ലവ ഭരണകൂടത്തിനും നേതൃത്വം നൽകിയതാരാണ്? ലെനിനാണ്.
ഇനി ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ സ്വകാര്യ ഭൂമിയും കണ്ടുകെട്ടി അവ കർഷകർക്ക് വിതരണം ചെയ്തു. ഫാക്ടറികളുടെ നിയന്ത്രണം സോവിയറ്റുകളെ അല്ലെങ്കിൽ തൊഴിലാളി കമ്മിറ്റികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. റഷ്യയിലെ പ്രധാന സാമ്പത്തിക മേഖലകൾ ദേശസാൽക്കരിച്ചു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രൂപീകരിച്ചു. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പൂർണ്ണമായും പിന്മാറി. ഇനി എന്താണ് ഏപ്രിൽ തീസിസ്? ബോൾഷെവിക് പാർട്ടിയുടെയും സോവിയറ്റുകളുടെയും സംയുക്ത യോഗത്തിൽ ലെനിൻ അവതരിപ്പിച്ചതാണ് ഏപ്രിൽ തീസിസ്. ബൂർഷ്വ ജനാധിപത്യത്തിൽ നിന്നും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് മാറുന്നതിന് സ്വീകരിക്കേണ്ട പദ്ധതികളാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും കൈകളിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്നാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി മാറുന്ന സാമ്പത്തിക നയം. സാമ്പത്തിക മേഖലയിൽ നിരവധി വിപ്ലവകരമായ നടപടികൾ ലെനിൻ സ്വീകരിച്ചു. 1921 ലെനിൻ നടപ്പിലാക്കിയ പരിഷ്കരണമാണ് പുത്തൻ സാമ്പത്തിക നയം. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം 1921 ആര് നടപ്പിലാക്കിയിട്ടുണ്ട്? ലെനിൻ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്വകാര്യ വാണിജ്യം, കൃഷി എന്നിവയിലേക്കും സ്വകാര്യ മുതൽ മുടക്കിലേക്കുള്ള വ്യാപകമായ തിരിച്ചുപോക്കായിരുന്നു പുത്തൻ സാമ്പത്തിക നയം. വൻ വ്യവസായങ്ങളെ ട്രസ്റ്റുകളായി സംയോജിപ്പിച്ചു. അതേസമയം സഹകരണ മേഖലയ്ക്ക് ഗവൺമെൻറ് പ്രോത്സാഹനം നൽകി. എന്നാൽ മുതലാളിത്തത്തിൻ്റെ പുനരുജ്ജീവനം ഉണ്ടാകാതിരിക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ കർശന നിയന്ത്രണമുണ്ടായിരുന്നു. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതോടെ അദ്ദേഹം യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സിനെ ലോകത്തിലെ വൻ ശക്തിയായി വളർത്തി. അപ്പോൾ ഇത്രയാണ് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ്, വിപ്ലവപാതയിലൂടെ ചൈന. 2000 വർഷത്തെ യുദ്ധങ്ങളുടെയും ആക്രമണങ്ങളുടെയും കടുത്ത സമരത്തിൻ്റെയും വേദന പൂണ്ട ചരിത്രത്തിന് ശേഷം ചൈന അവളുടെ സ്വന്തം ജനനത്തിൻ്റെയും സാമൂഹിക അടിസ്ഥാനത്തിൻ്റെയും വൈകല്യങ്ങളെ അതിജീവിക്കുന്ന ലക്ഷണങ്ങൾ കാട്ടി തുടങ്ങിയപ്പോൾ മറ്റൊരു ദൗർഭാഗ്യം ആ രാജ്യത്തെ പിടികൂടി. ചൈനയുടെ സ്വയം വികാസത്തെ തടസ്സപ്പെടുത്തിയ സാമ്രാജ്യത്വത്തിൻ്റെയും വിദേശ മൂലധനത്തിൻ്റെയും രംഗപ്രവേശമായിരുന്നു അത്. എം എൻ റോയ് റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ചൈന എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിലെ ചൈനയിലേക്കുള്ള യൂറോപ്യരുടെ ആഗമനവും പ്രത്യാഘാതങ്ങളുമാണ് എം എൻ റോയ് മുകളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ചൈന എങ്ങനെയാണ് നേരിട്ടത്? വ്യാപാരത്തിലൂടെ അധികാരത്തിലേക്ക്. യൂറോപ്യൻ ശക്തികളുടെ ഇന്ത്യയിലേക്കുള്ള വരവും അവരുടെ ആധിപത്യവും സംബന്ധിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കച്ചവട താൽപ്പര്യവുമായി വിദേശ ശക്തികൾ ചൈനയിലും എത്തിയിരുന്നു. കറുപ്പ് വ്യാപാരത്തിലൂടെയായിരുന്നു യൂറോപ്യൻ വ്യാപാരികൾ ചൈനയിൽ നിന്നും വൻതോതിൽ ലാഭം നേടിയത്. ലഹരി പദാർത്ഥമായ കറുപ്പിൻ്റെ ഉപയോഗം വളരെ പെട്ടെന്ന് ചൈനയിൽ വ്യാപകമായത് ചൈനയിലെ ജനതയുടെ ആരോഗ്യത്തെയും രാജ്യത്തിൻ്റെ സമ്പത്തിനെയും ബാധിച്ചു. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിലുണ്ടായ യുദ്ധമാണ് കറുപ്പ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധമാണ് കറുപ്പ് യുദ്ധം. അതായത് ലഹരി പദാർത്ഥമാണ് ഈ കറുപ്പ് അല്ലേ. ഈ കറുപ്പിൻ്റെ ഉപയോഗം പെട്ടെന്ന് തന്നെ ചൈനയിൽ വ്യാപകമായി. ഇതാണ് ചൈനയുടെ ആരോഗ്യത്തിനെയും സമ്പത്തിനെയൊക്കെ ബാധിക്കുന്നത്. ഇതിനെയാണ് കറുപ്പ് യുദ്ധം. ഈ ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്ന യുദ്ധത്തിനെയാണ് കറുപ്പ് യുദ്ധം എന്നറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു. തുടർന്ന് നാങ്കിങ് ഉടമ്പടി പ്രകാരം ചൈനയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളായ കാൻഡൺ, അമോയ്, നിങ്പോ, ഷാങ്ഹായ് എന്നിവ വിദേശ വ്യാപാരത്തിനായി തുറന്നുകൊടുത്തു. അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? ചൈനയിൽ വൻതോതിൽ ലാഭം കിട്ടിയത് കറുപ്പ് വ്യാപാരത്തിലൂടെയായിരുന്നു. ഈ കറുപ്പിൻ്റെ ഉപയോഗം പക്ഷേ ചൈനയിൽ ജനതയുടെ സമ്പത്തിനെയും അതുപോലെ തന്നെ ആരോഗ്യത്തെയൊക്കെ ബാധിച്ചു. അങ്ങനെ ഇതിന് പേരിൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്? ചൈനയും ബ്രിട്ടനും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ഇതിനെ കറുപ്പ് യുദ്ധം എന്നറിയപ്പെടുന്നു. അങ്ങനെ തുടർന്ന് നാങ്കിങ് ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട്. അതിലൂടെ ചൈനയിലെ കുറച്ച് സ്ഥലങ്ങൾ ഇതൊക്കെയാണ് കാൻഡൺ, അമോയ്, നിങ്പോ, ഷാങ്ഹായ് എന്ന് പറയുന്ന അതായത് തുറമുഖങ്ങളാണ്. തുറമുഖങ്ങളാണ്. ഇവയൊക്കെ വ്യാപാരത്തിനായിട്ട് ബ്രിട്ടന് തുറന്നു കൊടുക്കുകയാണ്. നെക്സ്റ്റ്, രാജവാഴ്ച അവസാനിക്കുന്നു. വിദേശ ശക്തികളുടെ വർദ്ധിച്ചു വന്ന ഇടപെടൽ ചൈനയിലെ ജനങ്ങൾക്കിടയിൽ അവരോടുള്ള വെറുപ്പ് വർദ്ധിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി ചൈനയിൽ ധാരാളം രഹസ്യ സംഘടനകൾ രൂപം കൊണ്ടു. ഇങ്ങനെ രൂപം കൊണ്ട ഒരു രഹസ്യ സംഘടനയാണ് ബോക്സർമാർ. ഇവരുടെ ചിഹ്നം ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. യൂറോപ്യൻ അധിനിവേശത്തിനെതിരെ ഇവർ നടത്തിയ ചെറുത്തുനിൽപ്പാണ് ബോക്സർ ലഹള എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചൈനയിൽ രൂപം കൊണ്ട രഹസ്യ സംഘടനയാണ് ബോക്സർ വിഭാഗക്കാരല്ലേ. അപ്പോൾ ഈ ബോക്സർക്കാരുടെ ഇവർ നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പിനെയാണ് ബോക്സർ ലഹള എന്നറിയപ്പെടുന്നത്. ബോക്സർ ലഹളയ്ക്ക് ശേഷം ചക്രവർത്തി ചൈനയിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. പാശ്ചാത്യ വിദ്യാഭ്യാസം ചൈനയിൽ നടപ്പിലാക്കി. യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കുന്നതിന് ഒരു കമ്മീഷനെ നിയമിച്ചു. ചക്രവർത്തിയുടെ ഇത്തരം പരിഷ്കാരങ്ങൾ ചൈനയിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്നും പുറന്തള്ളിയാൽ മാത്രമേ പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ചൈനയെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് ജനങ്ങൾ വിശ്വസിച്ചു.
ഇവർക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സൺ യാത്ത് സെൻ ആയിരുന്നു. അദ്ദേഹം ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ ചക്രവർത്തിയുടെ ഈ പരിഷ്കാരങ്ങൾ ഇതൊക്കെയാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം ചൈനയിൽ നടപ്പിലാക്കിയതും. യൂറോപ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ വ്യവസ്ഥകളെക്കുറിച്ച് പഠിക്കുന്നതായിട്ട് കമ്മീഷൻ നിയമിച്ചു. ഈ പരിഷ്കാരങ്ങളൊക്കെ ചൈനയിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്നും പുറന്തള്ളൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ മോചനം നേടുള്ളൂ എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ ഇതിനൊക്കെ നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ സൺ യാത്ത് സെൻ ആണ്. അദ്ദേഹം എന്താണ് ഏതൊക്കെ ആശയമാണ് മുന്നോട്ട് വെച്ചത്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനാണ് കുമിന്താങ് പാർട്ടി രൂപീകരിക്കുന്നത്. 1911 വിപ്ലവത്തെ തുടർന്ന് മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റിന് രൂപം നൽകുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് സൺ യാത്ത് സെൻ പ്രസിഡന്റ് സ്ഥാനമൊഴിയുകയും യുവാൻ ഷി കെയ് അധികാരത്തിലേറുകയും ചെയ്തു. 1916 ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് സൺ യാത്ത് സെൻ വീണ്ടും അധികാരമേറ്റു. അപ്പോൾ കുമിന്താങ് പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ചു രാജവംശത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അവിടെ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് വരാണ്. അവിടെ സൺ യാത്ത് സെൻ ആണ് പ്രസിഡന്റിൻ്റെ സ്ഥാനം വരുന്നത്. പക്ഷേ അദ്ദേഹം പിന്നീട് ഒഴിഞ്ഞിട്ട് ആര് വരുന്നുണ്ട്? യുവാൻ ഷി കെയ് വരുന്നുണ്ട്. പക്ഷേ യുവാൻ ഷി കെയ് അധികാരത്തിലേറുന്നുണ്ട് അല്ലേ. അതിനുശേഷം 1916 വീണ്ടും ആര് വരാണ്? സൺ യാത്ത് സെൻ വരാണ്. കാരണം യുവാൻ ഷി കെയ് മരിക്കുകയാണ്. നെക്സ്റ്റ് ഡോക്ടർ സൺ യാത്ത് സെന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ സൺ യാത്ത് സെൻ വൈദ്യശാസ്ത്ര പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു സാമൂഹിക പരിഷ്കർത്താവാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ചൈനയിൽ സാമൂഹിക പരിഷ്കരണത്തിന് സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പുരോഗമന റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിനായിട്ട് ചൈന പുനരുജ്ജീവന സംഘം സ്ഥാപിച്ചു. ഇത് പിന്നീട് കുമിന്താങ് പാർട്ടിയായി മാറി. ചൈനീസ് വിപ്ലവത്തിൻ്റെ പിതാവായിട്ടാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ ചൈനീസ് വിപ്ലവത്തിൻ്റെ പിതാവാണ് സൺ യാത്ത് സെൻ. കുമിന്താങ് പാർട്ടിയുടെ നേതാവായാണ് സൺ യാത്ത് സെൻ ആണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് ജനകീയ ചൈന. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ചൈനയിലും പ്രചരിക്കാൻ തുടങ്ങി. കർഷകർക്കും തൊഴിലാളികൾക്കുമിടയിൽ സ്വാധീനമുണ്ടാക്കാൻ 1921 മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. റഷ്യ ചൈനയുടെ വിവിധ മേഖലകളിലെ പുരോഗതിക്കായി കുമിന്താങ് റിപ്പബ്ലിക്കിനെ സഹായിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സൺ യാത്ത് സെൻ 1925 മരണപ്പെട്ടു. സൺ യാത്ത് സെന്നിൻ്റെ മരണത്തെ തുടർന്ന് അധികാരത്തിലെത്തിയതാരാണ്? ചിയാങ് കൈഷേക്ക് ആണ്. കൽക്കരി, ഇരുമ്പ് എന്നിവയുടെ ഉൽപ്പാദനം, ബാങ്കിംഗ്, ഇൻഷുറൻസ്, വിദേശ വ്യാപാരം എന്നിവ വിദേശ ശക്തികൾക്ക് തുറന്നുകൊടുത്തു. തൽഫലമായി എല്ലാ മേഖലകളും വിദേശ ശക്തികൾ നിയന്ത്രിച്ചു. ഇതിലൂടെ അവർ വൻ തുക ചൈനയിൽ നിന്നും കൈവശപ്പെടുത്തി. ഈ നയങ്ങളെ മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തു. ചുവപ്പ് സേന ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകി. എന്താ പറയുന്നത്? സൺ യാത്ത് സെന്നിൻ്റെ മരണശേഷം ആര് വരുന്നു? ചിയാങ് കൈഷേക്ക് വരുന്നു. അദ്ദേഹം ഇരുമ്പ്, എന്നിവയുടെ ഉൽപ്പാദനം, കൽക്കരി എന്നിവയുടെ ഉൽപ്പാദനം, ബാങ്കിങ്, ഇൻഷുറൻസ്, വിദേശ വ്യാപാരം എന്നിവ വിദേശ ശക്തികൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. തൽഫലമായി എല്ലാ മേഖലകളും വിദേശ ശക്തികൾ നിയന്ത്രിക്കുകയാണ്. ഇതിലൂടെ വൻ തുക ചൈനയിൽ നിന്നും അവർ കൈവശപ്പെടുത്തി. അങ്ങനെ മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ എതിർക്കാണ്. ചുവപ്പ് സേന ഇത്തരം ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. 1934 കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് സംഘടിപ്പിച്ച്. ചോദിക്കാറുണ്ട് മാവോ സേ തുങ്ങിനെയാണ് ലോങ് മാർച്ച് ആരുടേതാണ്? മാവോ സേ തുങ്ങിൻ്റെതാണ്. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചിട്ടാണ് പറയുന്നത്? നെക്സ്റ്റ് 1893 ഡിസംബർ 26 മാവോ ഈ ചാങ്ങിനെയും പെൻകി മേയുടെയും പുത്രനായി ഷവോങ്ങിൽ ജനിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിലൊരാളാണ്. ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയ ഇദ്ദേഹം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനാണ്. ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു ആര്? നമ്മുടെ മാവോ സേ തുങ് അല്ലേ. അദ്ദേഹം പിന്നീട് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകനുമാണ്. സാക്ഷരത, സ്ത്രീകളുടെ അവകാശങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്തിക്കൊണ്ട് ചൈനയെ ലോകരാജ്യങ്ങൾക്കിടയിൽ മുൻനിരയിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ലോങ് മാർച്ച് എവിടെ നിന്നാണ് ആരംഭിച്ചതെന്നൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ്? കിയാങ്സിൽ നിന്ന് ഷെൻസി വരെയാണ് അല്ലേ. 1949 ഏപ്രിൽ 21 കുമിന്താങ് ഗവൺമെൻറ് തലസ്ഥാനമായിരുന്ന നാങ്കിങ് ചുവപ്പ് സേന പിടിച്ചെടുത്തു. തുടർന്ന് ഒക്ടോബർ 1 മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനയെ ജനകീയ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 1 ചൈനയെ ജനകീയ റിപ്പബ്ലിക് ആക്കുന്നത്. മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ നിരവധി സാമ്പത്തിക പരിഷ്കരണങ്ങൾ ചൈനയിൽ നടപ്പിലാക്കി. അവ മഹത്തായ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ചൈന സുപ്രധാന ശക്തിയായി വളർന്നു. ഇനി വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറി. ചൈനയിലെ വിദേശാധിപത്യം അവസാനിച്ചു. കൃഷിഭൂമി കർഷകർക്ക് ലഭിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമാകുന്നതിന് കാരണമായി. സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത നടത്തിയ ചെറുത്തുനിൽപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.